കൃഷി ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെ കുറച്ചൊരു കണ്ടിന്യൂഷൻ ആയിട്ട് വരും. നമ്മൾ കൊല്ലത്ത് വിജയൻ ചേട്ടൻ്റെ നഴ്സറി പോയ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അവിടെ നിന്ന് പ്ലാവും തൈ വാങ്ങി തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്ത് ഉള്ള ഒരു കർഷകൻ്റെ തോട്ടത്തിൽ നട്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതുമ്പോൾ നിറയെ ചക്കയുണ്ട്. അത് ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചക്കയുടെ വലിപ്പമാണ്. നല്ല ഷേപ്പുള്ള ചക്ക. പിന്നെ ഇതിന്റെ മുകളിൽ കണ്ടോ, ഇപ്പൊ തന്നെ ഇവിടെ 2-4 വേണ്ട ചക്കയുണ്ട്. ഇതാണെങ്കിൽ 2 കൊല്ലം ആയിട്ടില്ല നട്ടിട്ട്, അല്ലെ? 20 മാസമായിട്ടുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ തൈയുടെ ഗുണവും കൊണ്ടാണ് നമുക്ക് ഇത്ര വേഗം ചക്കയും ഇതുപോലെ നല്ല സൈസായിട്ടുള്ള ചക്കയും കാര്യങ്ങളും കിട്ടും. അപ്പൊ 10 ഗുണം 10 ഗുണമെന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് ആയിരിക്കാം നമ്മുടെ വിജയൻ ചേട്ടനാ. പഴുത്തിട്ടുണ്ടോ? ഇന്ന് വരേണ്ട പഴുത്ത വെട്ടി വിളഞ്ഞ വണ്ടിയിലുണ്ട്. ഞാൻ തരാം, അല്ലെങ്കിൽ ഇതെടുത്തോളൂ. അഷ്റഫേ, ഇത് സ്ഥലം എവിടെയാണ്? സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് കൊല്ലം ജില്ല അല്ലേ? അല്ലല്ല, തിരുവനന്തപുരം ജില്ലയില് പിന്നെ ചാത്തമ്പറ, കല്ലമ്പലത്തിന് സമീപം ചാത്തമ്പറയുണ്ട്. അപ്പൊ ഈ ചേട്ടന്റെ നഴ്സറിയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് അല്ലേ? ചേട്ടൻ നഴ്സറിയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. എല്ലാം ദൈവനാഗ്രഹം നല്ല സക്സസ് ആണ്. അവർ പറഞ്ഞ ടൈമില് പ്ലാവൊക്കെ ഏകദേശം 1 വർഷം കൊണ്ട് തന്നെ ആയുർജാക്ക് സൂപ്പർ എയർലി 1 വർഷം കൊണ്ട് തന്നെ കള വന്നു തുടങ്ങി. ഏകദേശം പിന്നെ എനിക്കൊരു അടുത്ത വർഷം ആയപ്പോഴത്തേക്ക്, ഇത് 2ാം വർഷമാണ്. 2ാമത്തെ ഊഴമാണ് ഈ ചക്ക. ആദ്യത്തെ ഊഴം ചക്ക പറിച്ച് ഞാൻ വിറ്റു. എല്ലാം കൂടി ഒരു 40ഓളം ചക്ക നിങ്ങൾക്ക് കാണാം ഇവിടെ. ആവറേജ് ശരാശരി ഇത്രയും ചെറിയ പ്ലാവിൽ ഏകദേശം ഒരു 40ഓളം ചക്കകൾ പിടിക്കും. ഇപ്പൊ തന്നെ കുറെ വെട്ടി കളഞ്ഞതാണ്. ഇത് ഈ വർഷം ഇത് മറിഞ്ഞു വീഴും, കൊമ്പോട് കൂടി ഒഴിയും. ഒത്തിരി എണ്ണം ഒടിഞ്ഞു പോയി. അപ്പൊ ഞാൻ പിന്നെ ഇപ്പൊ ഈ സമയത്ത് ഞാൻ വെട്ടി ഈ ഇടിച്ചക്കയ്ക്ക് കൊടുക്കുകയാണ്. ഇതൊരു ഭയങ്കര ടേസ്റ്റ് ആണ്. ഈ ഇടിച്ചക്കയ്ക്ക് 1.5 മാസം ഭയങ്കര ടേസ്റ്റ് ആണ് ഇത്. ഇവിടെയൊക്കെ തന്നെ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഈ വെറൈറ്റി തന്നെ എനിക്ക് ഏകദേശം 40 മരമുണ്ട്. 40 നല്ല ആദായം വെറൈറ്റിയാണ്. അത് പിന്നെ 3 വർഷം ആകുമ്പോഴേ കായ്ക്കത്തുള്ളൂ. പ്രശാന്തി അത് നമ്മൾ കൊടുത്തതാണ്. അത് പ്രശാന്തി. ഇത് ഒരു 20-30ഓളം മരമുണ്ട്. ഇത് 3 വർഷം ആകുമ്പോഴേ കായ്ക്കുള്ളൂ. 3 വർഷം ആകുമ്പോഴേ കായ്ക്കുള്ളൂ. പക്ഷെ അതിനൊരു വേറെ പ്രത്യേകതയുണ്ട്. അതെ. ഇത് ലൈഫുണ്ട്. ഇതിന് 50 വർഷം ലൈഫുണ്ട്. അതെ അല്ലെ? നമ്മുടെ മറ്റേ ഇത് വിയറ്റ്നാം സൂപ്പർ എർലിക്ക് കുറവാണ്. അപ്പൊ ചേട്ടന്റെ പേരും കാര്യങ്ങളും പറഞ്ഞു ഒന്ന് പരിചയപ്പെടുത്തുക. എന്റെ പേര് സൈഫുദ്ദീൻ അനീസ മനസ്സിൽ, സൈഫ് അഗ്രി ഫാം ചാത്തമ്പറ. ഇത് വിയറ്റ്നാം സൂപ്പർ എർലിയുടെ കളർ ഏതാണ്? ഇത് മഞ്ഞ കളർ. ഇവിടെ കണ്ട ഒരെണ്ണം ഇവിടെ അടിയിൽ പൊട്ടിയിരിക്കുന്നു കേട്ടാ. ഇത് നല്ല വലിപ്പമുണ്ട് ചേട്ടാ. 100 തൈയുണ്ട്. ചക്ക ആയി തുടങ്ങിയിട്ടുള്ളൂ. കഴിഞ്ഞ നവംബറിൽ വെച്ചു. ഇത് മഴയാവുമ്പോ ഇതുപോലെ കവറിടണം. മഴ സമയത്ത് കവറിട്ടില്ലെങ്കിൽ മധുരം കുറയും. അപ്പൊ അതിനാണ് കവറിട്ട് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ കവറിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതിന് മഴ സമയത്ത്, അല്ലെങ്കിൽ മഴയില്ലാത്ത സമയത്ത് ഭയങ്കര ടേസ്റ്റ്. അതായത് ഇതിന് ചൗണി മഞ്ഞ കളറാണ്, അത് ടേസ്റ്റാണ്. അതുപോലെ തന്നെ തോടിന് കട്ടിയൊന്നുമില്ല, കറയും വലിയ അധികം ഇല്ല. നമുക്ക് ഒന്നും ഇതിന് ശരിക്കും പറഞ്ഞാൽ കളയാനില്ല. അത്രയും ഒരു നല്ല അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു ഇത് കഴിച്ചുകൊണ്ട് ഇപ്പൊ നോക്കി എന്റെ വൈഫിന്റെ ഷുഗറിന്റെ നില വലിയ കൂടുതലായിരുന്നു. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇതിന് റെഗുലറായിട്ട് പച്ചച്ചക്ക കറി വെച്ച് റെഗുലറായിട്ട് ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ട് മെയിനായിട്ട് എന്റെ വൈഫിന്റെ ഷുഗറിന് നില കൺട്രോളായി. അതൊരു നല്ലൊരു കാര്യം തന്നെ. വലിയ അഡ്വാൻറ്റേജ് നോക്കിയിട്ടതാ. മോനാണ്. എന്റെ പേര് മുഹമ്മദ് അഷ്റഫ്. +2 പഠിക്കുന്നു. ഇവിടെ വന്നപ്പോ നമുക്ക് മനസ്സിലായി മോനും കൃഷിയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് മനസ്സിലായി. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു കൊച്ചിനെ കാണാൻ പറ്റിയല്ലേ ഞങ്ങൾക്ക്. ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ മീൻ വളർത്തല്, കൃഷിയിൽ എന്നെ സഹായിക്കല്, മെയിനായിട്ടുള്ള വേറെ ഒരു ആക്ടിവിറ്റീസും ഇല്ല. ഇത് തന്നെ ഏറ്റവും നല്ല എക്സസൈസും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. ഹെവി വർക്കുണ്ട്. അതെ. എന്തായാലും കൊള്ളാം. കാരണം ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇവന്റെയും കൂടി സപ്പോർട്ട് ഉള്ളതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ജോലിക്കാരെ നമുക്ക് ഇതും ചെയ്യാൻ മുതലാവില്ലല്ലോ. അപ്പം എങ്ങനെയാലും 2-3 മണിക്കൂർ ഡെയിലി എനിക്ക് കിട്ടുന്നുണ്ട്. ഐശ്വര്യം തന്നെ കർഷകന് ഇത്രയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാൻ കൈവിട്ടിട്ട് താഴത്തോടെ കാണിച്ചു കൊടുക്കും.
ഇതിപ്പോൾ ശരാശരി നമുക്കൊരു പിന്നെ 15 കിലോ വെയിറ്റ് ഉണ്ട്. ഇതിപ്പോൾ പതിക്കാറായി വരുന്നു. ഒരു ഇത് താഴത്ത് 1 2 പിന്നെ ഇവിടെ മുകളിൽ ഇത് വെയിറ്റ് കൂടുതലാകുമ്പോഴത്തേക്ക് മുറി. അപ്പോൾ നമ്മൾ ഇത് വെട്ടിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ നടത്തിയിട്ട് നമ്മൾ ഇടിച്ചക്കയ്ക്ക് കൊടുക്കും. ഇടിച്ചക്കയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഇത് കഴിച്ചവർ വീണ്ടും ചോദിക്കുന്നത്. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അത് നല്ല മധുരത്തിനേക്കാൾ കൂടുതൽ ഇത് മരത്തിൽ നിന്നും മണമടിക്കുമ്പോഴാണ് ഇത് പറിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ യെല്ലോ കളർ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ കളർ നിറയെ കഴിക്കാനുള്ള ഒരു ഈ ചക്ക ചൗണി എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളതും മഞ്ഞ കളറാണ്, മധുരമാണ്. നമുക്ക് അതും കഴിക്കാം, മധുരമാണത്. അപ്പം ഞങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ ചാനലിനെ കുറിച്ചും കൃഷിലോകം ചാനൽ 2 വാക്ക് ചേട്ടൻ ഏതായാലും പറയാൻ അറിയുണ്ട്. കൃഷിലോകം ചാനൽ നിങ്ങളെ നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ വളരെ, നിങ്ങളെ ചാനൽ ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് പല ടിപ്സും എല്ലാം കിട്ടിയ നിങ്ങളുടെ ചാനലിൽ കൂടെ ഞങ്ങൾക്ക് ഒരുപാട് ടിപ്സ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒന്ന് നമ്മൾ നിങ്ങൾ ഓരോ സ്ഥലത്ത് പോയി ഇങ്ങനെ തരുന്ന ഐഡിയാസ് നമുക്ക് വളരെ ഒരു എൻകറേജ്മെന്റും ഇൻഫർമേഷനും ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. ഓക്കെ, ഇത് നിങ്ങൾക്ക് എൻ്റെ സമ്മാനമാണ്. ഇത് തല കുത്തി ഇങ്ങനെ നിർത്തിയേക്കണം. വീട്ടിൽ കൊണ്ടുപോയിട്ടേ ഇങ്ങനെ നിർത്തുക, മൂട് വെട്ടിയിട്ട് ഇങ്ങനെ നിർത്തുക. എങ്ങനെ ഈ ഇവിടെ കൊണ്ട് ഒരിക്കലും നിർത്തരുത്. ഇങ്ങനെ നിർത്തിയിട്ട് ഒരു 3 ദിവസം കഴിയുമ്പോൾ മണം അടിക്കും. ഒരു 4-5 വീട് മൊത്തം മണമായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മളെ ഓർക്കും. തീർച്ചയായിട്ടും ഇതിനൊക്കെ വിജയൻ ചേട്ടനോടും താങ്ക്സ് പറയുകയാണ്. കാര്യം ഇങ്ങനെ ഒരു കർഷകനെ കാണിച്ചു തരാനും അതുപോലെ തന്നെ ഈ ഒരു ചക്കയൊക്കെ അവിടത്തെ ക്രിയേഷൻ ആണല്ലേ. നിങ്ങൾ റിയലി ഓർമ്മിക്കാണ്ട് ഇത് വിയറ്റ്നാം സൂപ്പർ നല്ല സൂപ്പർ ചക്കയാണെന്നുള്ളത് ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി ഏത് വഴിക്ക് പോകേണ്ടത് നമ്മൾ? അത് നല്ല അപ്പൊ ഇത് ചേട്ടന്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന തൈയാണ്? അതെ, ഗ്രാഫ്റ്റ് ചെയ്ത കുടംപുളിയുടെ തൈ. അതെ. അപ്പൊ ഇതിനകത്ത് എന്താണ് കംപ്ലൈന്റ് കണ്ടുപിടിച്ചത്? ഞാനിത് നമ്മൾ ഈ തോട്ടം ഒന്ന് നോക്കാനായിട്ട് വന്നപ്പോൾ ഒറ്റയടി കണ്ടപ്പം തന്നെ എനിക്കത് മനസ്സിലായി ഇതിനകത്ത് കാട്ടുമുളപ്പാണെന്ന്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അടിയെന്ന് ഒറിജിനൽ തൈയേക്കാളും നല്ല ശക്തമായിട്ട് അടിയിൽ നിന്നുള്ള ഷൂട്ട് വന്നു. 1 സെക്കൻഡ് കണ്ടോ? ഇത് കാണുന്ന ഒരാൾക്ക് ഇത് നല്ല തൈ എന്ന് തോന്നും, ഒറിജിനൽ തൈ ഇത് മോശമായിട്ട് തോന്നും. ഇതിന് വളർന്നു കഴിയുമ്പോൾ ഇത് ഉണങ്ങി അങ്ങ് പോകും. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ സാധാരണക്കാര് തൈ മേടിച്ചുകൊണ്ട് നോക്കിയാണെങ്കിൽ ഇപ്പൊ ചേട്ടന്റെ അല്ലേ ഈ സ്ഥലം? അപ്പൊ ചേട്ടൻ്റെ അതിന് മേടിച്ച നഴ്സറിയിൽ നിന്ന് മേടിച്ച തൈ. അപ്പൊ ഇതിനകത്ത് പോയി ഈ ഗ്രാഫ്റ്റ് ചെയ്ത കുടംപുളിയാണ്. ഇതിനകത്ത് ചേട്ടന് ഇഷ്ടപ്പെട്ട മുളപ്പ് ഏതാണ്? ഇപ്പുറത്തെയാണ്. അപ്പൊ ഒരു കാരണവശാലും ചേട്ടൻ ഇത് കളയില്ല. ഉടമ നഴ്സറിയുടെ ആള് വന്നതുകൊണ്ട് അത് ചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആരായാലും ഈ തൈയാണ് കൂടുതൽ ഉഷാറിൽ തന്നെ. ഇതാണ് എടുത്ത് കളയേണ്ടത്. അപ്പൊ മറ്റേതിന്റെ വളർച്ച മുരടിച്ചും പോയി. ഇത് വളർന്നത് കൊണ്ടാ ഇത് മുരടിച്ചു പോയി. കുടംപുളി നടുമ്പോ എത്ര വണ്ണം വെച്ചാലും ഇതിന്റെ അടിയിൽ നിന്ന് ഇതുപോലെ മുളപ്പ് വരും. നമ്മുടെ ഈ കൈയുടെ വണ്ണം ആയാൽ പോലും എവിടെ ഈ കൈയുടെ വണ്ണം ആയിപ്പോയാലും ഇതിന്റെ അടിയിൽ കെട്ടഴിച്ചുകളാൻ സമയമായി. അല്ലെങ്കിൽ തന്നെ തമ്പൊക്കെയുള്ളൂ അല്ലേ? അത് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ അടുത്തോണ്ട് വെച്ചതേ ഉള്ളൂ. ഒരു 3 മാസം ഇത് ആണായി പോയി കഴിഞ്ഞു. അതാണ് മുട്ട് മേടിച്ചോണ്ട് വെച്ചിട്ട് കാച്ചില്ല എന്ന് അപ്പൊ നമ്മള് മുളപ്പ് വരുമ്പോ ചെറുപ്രായത്തിൽ ഇതിനെ കളഞ്ഞണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കൂടി ഗ്രോത്ത് ആയിരുന്നു. പറിച്ച് അതല്ലേ ഈ 3 മുട്ട 3 അപ്പുറത്ത് 2-3 ഉണ്ട്. ടോട്ടലി 11 ഉണ്ട്. 11 1 വർഷമേ ആയുള്ളൂ. 1 വർഷമായപ്പോ തന്നെ കായ്ച്ചല്ലേ? പോസ്റ്റ് ചെറുതായപ്പോ അതിന് ഈ ടെക്നിക്ക് ചെയ്തു. ഞാൻ ചെയ്ത ടെക്നിക്ക് എന്താന്ന് വെച്ചാൽ എന്റെ ഈ കമ്പി വലിക്കുള്ള പോസ്റ്റാണ്. അപ്പൊ ഈ സാധനത്തിനെ കൊണ്ടുവന്നിട്ട് ഞാനത് കോൺക്രീറ്റ് പോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഇത് വെക്കുന്നതാണ്. ഞാൻ പിന്നെ ഇവിടെ കിടന്നതിനെടുത്ത് വെച്ചതാണ്. ഓണപ്പോയി താഴത്തെ പ്രോപ്പർട്ടി ഇതുകൊണ്ട് അതിൽ ആ മാങ്കോസ്റ്റീനിൽ എനിക്ക് ഭയങ്കര ആദായം കിട്ടി. ഈ ചേട്ടൻ ആ 2 മാങ്കോസ്റ്റീൻ ഉണ്ടല്ലോ, 2 മാങ്കോസ്റ്റീൻ 200 കിലോ മാങ്കോസ്റ്റീൻ കിട്ടിയെന്ന് ഞങ്ങൾ 1 കിലോ 250 രൂപ കിട്ടും. അതുപോലെ റംബുട്ടാൻ ഇതും പിന്നെ ജാതി ആ കിടക്കുന്നൊക്കെ ജാതിയാണ്. താഴെയുള്ളൊക്കെ ജാതി, ഇതൊക്കെ ജാതിയാണ്. പിന്നെ അങ്ങനത്തെ ഗ്രാമ്പ് തോടുണ്ട്, അതിൽ മീനുണ്ടോ? ഈ ഇതൊരു കുളമാണ്, അതിൽ മീനുണ്ട്. അപ്പുറത്തൊരു അതുകൊണ്ട് അതൊരു 5 സെന്റ് കുളമാണ്, അതിൽ മീനുണ്ട്. ഇത് 1 സെന്റ് കുളമാണ്, ഇതിലും മീനുണ്ട്.
അപ്പൊ സംസാരം കണ്ടോടുകൂടി എനിക്ക് തോന്നി മീനുണ്ടാവുന്നു. കാരണം അല്ല വീട്ടില് പിന്നെ 25,000 ലിറ്റർ മീൻ ഇട്ടിട്ടുണ്ട്. അതെല്ലേ. വൃത്തിയാക്കിയതാണ്. ഇവിടെ എല്ലാം ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തു വെച്ചിരിക്കും. അപ്പൊ പിന്നെ നനയ്ക്കുന്ന വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഇല്ല അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഒരിക്കൽ വാൽവ് തുറക്കും, കംപ്ലീറ്റ് ടാങ്ക് ഉണ്ടാവും. പിന്നെ 10,000 ലിറ്ററിന്റെ ടാങ്ക് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് നഴ്സറി വിസിറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 വീഡിയോസിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഈ തോട്ടത്തിലെ വീഡിയോസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചത് ഇത് ഒരുപാട് പേർക്ക് ഇത് പ്രചോദനമാകുമെന്ന് കരുതി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചക്ക എന്ന് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.